നമുക്ക് ഇപ്പം ഏകദേശം ഒരു സെപ്റ്റംബറോട് കൂടി നമ്മുടെ ഈ ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും ഏകദേശം കുറെ പേരൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കാണും സിലബസ് പഠിച്ച്, കുറെ പേരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും കാണില്ല, കുറെ പേരൊക്കെ പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും, ചിലപ്പോൾ കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. ഓക്കെ, എനിവേ, അപ്പൊ ഇന്ന് നമ്മള് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ POPയിലെ കുറച്ച് കാര്യങ്ങളാണ്, POP ഡിസ്കഷൻ. അപ്പൊ മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ POP കാണും, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്കിൽ POP നോക്കി തപ്പിപ്പിടിച്ച് ആൻസർ പറയാതെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസോ ആൻസേഴ്സോ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്നും നിങ്ങളൊന്ന് അലേർട്ട് ആയിട്ടിരിക്കുക. കാരണം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വരാം, ആൻസേഴ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ. POP അല്ലേ, ലൈൻ ബൈ ലൈൻ ഒക്കെ നമ്മളത് എടുത്ത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരാം. അപ്പൊ നിങ്ങളൊന്ന് അലേർട്ട് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. POPയിലെ ഡിസ്കഷൻ സ്റ്റാർട്ടിങ് ഫ്രം പൾസസ്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ബ്ലാക്ക് ഗ്രാം? ഓപ്ഷൻ എ വിഗ്ന റേഡിയേറ്റ, ഓപ്ഷൻ ബി വിഗ്ന മുങ്കോ, ഓപ്ഷൻ സി ഗ്ലൈസിൻ മാക്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫാസിയോളസ് വൾഗാരിസ്. എനിക്ക് നല്ല സ്പീഡിൽ തന്നെ ആൻസേഴ്സ് വേണം, ബിക്കോസ് നമുക്ക് ടൈം ഒരു പ്രശ്നമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കി അറിയാവുന്നവരൊക്കെ ഒന്ന് കാണും. ദിസ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ചെറിയൊരു ക്വസ്റ്റ്യൻസ് ബ്ലാക്ക് ഗ്രാമിൽ നിന്നൊന്നും ചോദിക്കാൻ ഒരു ചാൻസ് ഇല്ല. അപ്പൊ ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നമുക്ക് അറിയണം. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് കണ്ടീഷൻ ഇസ് ദ ബ്ലാക്ക് ഗ്രാം വെറൈറ്റി T9 മോഡറേറ്റ്ലി ടോളറന്റ് ടു? അതായത് ബ്ലാക്ക് ഗ്രാമിന്റെ T9 എന്ന് പറയുന്ന വെറൈറ്റി എന്തിനോട് ടോളറൻസ് കാണിക്കും? ഓപ്ഷൻ എ വാട്ടർ ലോഗിംഗ്, ഓപ്ഷൻ ബി ഹൈ സലൈനിറ്റി, ഓപ്ഷൻ സി ഫ്രോസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഡ്രൗട്ട്. എന്താ? വെരി ഗുഡ്, ഡ്രൗട്ട് ടോളറൻസ്. ഓക്കെ, ഡ്രൗട്ട് ടോളറൻസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ബ്ലാക്ക് ഗ്രാം വെറൈറ്റി CO2 എന്ന് പറയുന്ന വെറൈറ്റീനെ ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? Okay, option A, photoinsensitive and resistant to pest and disease. B, photosensitive and resistant to pest and disease. C, photoinsensitive but susceptible to pest and disease. And D, photosensitive but tolerant to pest and disease. C. Option C ആണ്, ഫോട്ടോ ഇൻസെൻസിറ്റീവ് ആണ്. പക്ഷേ എങ്കിൽ പ്രശ്നം വരുന്നത് ദാറ്റ് ഈസ് സസെപ്റ്റബിൾ ടു പെസ്റ്റ് ആൻഡ് ഡിസീസ് അറ്റാക്കിനോട് സസെപ്റ്റബിൾ ആണ്. നെക്സ്റ്റ്, വിച്ച് ബ്ലാക്ക് ഗ്രാം വെറൈറ്റി ഇസ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് പപ്പടം ഉണ്ടാക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റി ഏത്? ഓപ്ഷൻ എ T9, ഓപ്ഷൻ ബി CO2, ഓപ്ഷൻ സി S1 ആൻഡ് ഓപ്ഷൻ ഡി PU19. എസ് വെച്ച് നമ്മൾ സാപ്പാടിക്കാൻ പപ്പടം ഉണ്ടാക്കുന്നു. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കാം. എസ് വെച്ച് സാപ്പാടടിക്കാൻ പപ്പടം ഉണ്ടാക്കുന്നു. SS. ഓക്കെ, എസ് വെച്ച് ആലോചിക്കുക. എസ് വെച്ച് സാപ്പാടടിക്കാൻ നമ്മൾ പപ്പടം ഉണ്ടാക്കുന്നു. അങ്ങനെ S1 വെറൈറ്റി. ഓക്കെ, നമ്മള് POPയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു തന്നെ പോണം. ഞാനത് പ്രോത്സാഹിപ്പിക്കുകയല്ല, ബട്ട് നമ്മൾ വെറൈറ്റീസിന്റെ പേര് അറിഞ്ഞു വെക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ബോറൻ പരിപാടി ആയതുകൊണ്ട് യു മേ ഗോ ഫോർ സം, എന്താ പറയാ, ഷോർട്ട് കട്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡെയിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം വെച്ചിട്ട് നിങ്ങൾ വെറൈറ്റീസിനെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഇത് യു ക്യാൻ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൂടെ ഒന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതുവഴി മറ്റുള്ളവർ കൂടെ ഗുണമാകും. കാരണം എക്സാം അടുത്തു. ഇനി നമുക്ക് ജൂലൈ ഓഗസ്റ്റ് 2 മാസം നല്ല റിവിഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അഗ്രോണമി മാത്രമല്ല, POP മാത്രമല്ല, ഇനി ഒരു 6-7 സബ്ജക്ട്സ് ഇങ്ങനെ നിരനിര കിടപ്പുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ആൻഡ് ഗോ ഫോർ ബെറ്റർ റിവിഷൻ. ഓക്കെ, ഓൾവേസ് റിവൈസ് ചെയ്യുക, റിക്കളക്ട് ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി, which black gram variety is suitable for partially shaded condition in coconut garden during the rabi season in the southern region? പ്രശ്നം ഉണ്ട്. പാർഷ്യലി ഷെയ്ഡഡ് കണ്ടീഷൻ, കോക്കനട്ട് ഗാർഡൻ ഡ്യൂറിംഗ് റാബി സീസൺ ഇൻ സദേൺ റീജിയൻ. ഓപ്ഷൻ എ T9, ഓപ്ഷൻ ബി CO2, ഓപ്ഷൻ സി S1 ആൻഡ് ഓപ്ഷൻ ഡി TAU2. Okay, TAU2 ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ partially shaded condition in coconut garden during rabi season in southern region. Okay, ini which of the following statement is correct regarding black gram varieties? ഈ ബ്ലാക്ക് ഗ്രാം വെറൈറ്റീസിനെ പറഞ്ഞേക്കുന്നതിനെ ഏതാണ് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പോയേക്കുന്നതെന്ന്? TMV ഓപ്ഷൻ എ, TMV1 and KM2 are suited for the summer rice fallow of Onatugara.
Option B, Shyama is suited for the Onatugara track during late kharif. Option C, Sumanjana is a high yielding and early maturing variety suitable for summer rice fallows of the Trivandrum district. And option D, Sumanjana is suited for the Onatugara track during late kharif. ഏതാണ് correct regarding the varieties of black gram? C. Okay. അപ്പൊ ബാക്കി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇറ്റ്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ചെയ്തേ. TMV1 and KM2 they are suited for ഓക്കെ. ഓണാട്ടുകരയില് ലേറ്റ് കാരിഫിനാണ് ഇവ സ്യൂട്ടഡ്. ശ്യാമ ഒന്ന് കറക്റ്റ് ചെയ്തേ. ഓപ്ഷൻ ബി സമ്മർ റൈസ് ഫാലോ. മീൻസ് അതെങ്ങനെ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓണാട്ടുകരയുടെ ഒരു എന്താ പറയുന്ന ഒരു ഫേവറേറ്റ് ആയിട്ട് വരുന്ന TMVയും KM ആണെന്ന് ആലോചിക്കുക. M വരുന്ന രണ്ടുപേര് ഓണാട്ടുകരയിലെ സ്യൂട്ടലാണ്, പക്ഷെ എങ്കിൽ അത് റാബി സീസൺ ആണ് സ്യൂട്ടഡ് എന്ന് ആലോചിക്കും. അപ്പൊ ശ്യാമയുടെ കാര്യം എങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, നമ്മൾ ശ്യാമ എന്ന് പറയുന്ന ഒരു കളറിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ശ്യാമവർണ്ണൻ കൃഷ്ണനെയൊക്കെ നമ്മളൊരു കറുപ്പിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മളിപ്പം വെയിലത്ത് പോയി നമ്മളൊന്ന് സമ്മർ ആണെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ടോൺ ഡൗൺ ആവും, ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ടോൺ മാറും, അത് വേറൊരു ആ ഒരു കളറിലേക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താവുന്ന ഓർത്തിരിക്കുക, ശ്യാമ എന്ന് പറയുന്നത് സമ്മർ അങ്ങനെ ഒന്ന് ആ ഒരു ടോൺ വ്യത്യാസം വെച്ച് കളർ മാറുന്ന അനുസരിച്ച് ശ്യാമ എന്ന് പറയുന്ന കളറിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആലോചിക്കാം. നമ്മുടെ സ്കിന്നിന് വരുന്നൊരു ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം. സമ്മറിൽ ഒരു ടോൺ ഡൗണിങ് വരും നമ്മുടെ സ്കിന്നിന്, അങ്ങനെ ആലോചിച്ച് ശ്യാമ സമ്മറിൽ സ്യൂട്ടബിൾ ആണ്, എവിടേക്ക്, ഓണാട്ടുകരയിലേക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് ആലോചിക്കാം. അടുത്തത് സുമഞ്ജന ഒന്ന് കറക്റ്റ് ചെയ്തേ. സുമഞ്ജന കറക്റ്റ് ചെയ്യൂ. ഓ, സുമഞ്ജന കറക്റ്റ് ആണല്ലോ അല്ലേ, എന്നാ ഒന്ന് പറയുക. ഞാൻ ഇവിടെ കിടന്ന് കറക്റ്റ് ചെയ്യൂ എന്ന് ചോദിക്കാം. അടുത്ത ഓപ്ഷൻ, അടുത്ത തെറ്റാണല്ലേ. സുമഞ്ജന ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഹൈ ഈൽഡിംഗ് ഏർലി മെച്ചുറിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആണ്, സ്യൂട്ടബിൾ ഫോർ സമ്മർ റൈസ് ഫാളോസ് ഓഫ് തമിഴ്നാട് തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ഓക്കെ. അടുത്ത, what is the recommended seed rate for black gram when grown as a pure crop and a mixed crop? Option A, pure crop 15, mixed 5. B, pure crop 25, mixed 8. C, pure crop 20, mixed crop 6. Option D, pure crop 30, mixed crop 10. C. Option C. ആർക്കും എന്താണ് ഒരു ഉത്സാഹമൊന്നും ഇല്ലാതെ? നിങ്ങൾ പഠിച്ചോ അതോ ഇതൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് അറിയാം, അങ്ങനെയാണോ? ഓക്കെ. ഓപ്ഷൻ സി ആണ്. പ്യുവർ ക്രോപ്പ് ആയിട്ട് വരുമ്പോൾ 20, മിക്സഡ് ആകുമ്പോൾ കുറച്ചുകൂടെ സീഡ് റേറ്റ് കുറയും. ഈ പൾസസ് ഒക്കെ ഒന്ന് പഠിച്ചു തന്നെ പോകണം കേട്ടോ. സീഡ് റേറ്റ്, സ്പേസിങ്, പൾസസിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ്. കാരണം വേറൊന്നും ഭയങ്കരമായിട്ടൊന്നും നമുക്ക് ഒരുപാട് പേജസിൽ ചോദിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ ഇൻഫോർമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഉള്ള സാധനം തന്നെ വ്യക്തിക്ക് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. എങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, POPക്ക് എല്ലാ ദിവസവും POP അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും POP, ഇനി അങ്ങോട്ട് POPയും കൂടെ നിങ്ങളൊന്ന് ഒരു മണിക്കൂർ, ദിവസം 1 മണിക്കൂർ ഇത്ര പേജസ് വെച്ച് ഞാൻ വായിച്ചു പോകും എന്നുള്ളൊരു നമ്മൾ ഇനി ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കാത്തവർ കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി പഠിച്ചോട്ടോ. സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിടോ, ഉടനെ ഫാർമസിസ്റ്റിന്റെ വരുമല്ലേ, കുറച്ച് പേർക്കെങ്കിലും ഒക്കെ ഫ്രീ ആവില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിൽ വെക്കുക, നല്ലൊരു ടൈം ടേബിൾ ഒക്കെ ഇട്ട് സെപ്റ്റംബർ വരെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക. ഓക്കെ. ഇനി, വിച്ച് റൈസോബിയം കൾച്ചേഴ്സ് ആർ റെക്കമെൻഡഡ് ഫോർ സീഡ് ട്രീറ്റ്മെന്റ് ഇൻ ബ്ലാക്ക് ഗ്രാം? ഏത് റൈസോബിയം കൾച്ചേഴ്സ് ആണ് സീഡ് ട്രീറ്റ്മെന്റ്, ബ്ലാക്ക് ഗ്രാമിന്റെ സീഡ് ട്രീറ്റ്മെന്റ്? അതൊക്കെ പോട്ടെ, ബ്ലാക്ക് ഗ്രാം എന്താ മലയാളത്തില്? ഓക്കെ, ഉഴുന്ന്. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഏതാ? ഓപ്ഷൻ ഡി. ഡൗട്ട് ഒന്നുമില്ല, ഓപ്ഷൻ ഡി. KUBG 2ഉം BG 12ഉം ആണ് കേട്ടോ. ബ്ലാക്ക് ഗ്രാമിന്റെ ആ 2 റൈസോബിയം, നമ്മൾ ജനറലി നമുക്കറിയാം പൾസസിന്റെ കേസിൽ വി വിൽ ബി ഗോയിങ് ഫോർ റൈസോബിയം ട്രീറ്റ്മെന്റ്. എന്തിനു വേണ്ടി? റൈസോബിയം വെറുതെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുവാണോ ചെയ്തേ? എന്തുകൊണ്ടാ റൈസോബിയം കൊടുത്തേ? ഞങ്ങൾക്കൊന്നും അറിയാൻ മേലെ അല്ലേ, കൊടുക്കാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്നു. എന്തിനാ റൈസോബിയം കൊടുക്കുന്നേ? നൈട്രജൻ ഫിക്സേഷൻ. അതെ, എൻഹാൻസ് ചെയ്യാൻ, അവിടെ നൈട്രജൻ ഫിക്സേഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ, അതൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ. ഇനി കൗപ്പിയുടെ കാര്യമാണ്. കൗപ്പിയുടെ സയന്റിഫിക് നെയിം എന്താ? അത്രേ ഉള്ളൂ. നമ്മൾ പ്രൊനൗൺസിയേഷനോ നമ്മൾ സ്പെല്ലിങ്ങോ ഒന്നും നമ്മൾ കറക്റ്റ് ആക്കണ്ട. നമ്മൾക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇതിന്റെ ആൻസർ ഇതാണെന്ന് മനസ്സിലാവണം. അത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. ഓക്കെ. ബാക്കിയുള്ള ആരും നമ്മളോട് സ്പെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതാനോ ഒന്നും പറയത്തില്ല. ഓക്കെ.
പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രോപ്പിനെയാണ് നമ്മൾ ഫ്ലോർ ക്രോപ്പ് ആയിട്ട് കോക്കനട്ട് ഗാർഡനിലൊക്കെ നമ്മൾ വളർത്താറുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൗപ്പീനെ ഫ്രിഞ്ച് ക്രോപ്പ് ആയിട്ട്, അതായത് നമ്മുടെ റൈസ് ഫീൽഡിന്റെ ബണ്ടില് ഫ്രിഞ്ച് ക്രോപ്പ് ആയിട്ട് വളർത്തുന്ന ഒരു ക്രോപ്പാണ് കൗപ്പി എന്ന് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് ഒന്ന് വായിച്ചു വിടുക. പിന്നെ ഇനി വീണ്ടും കൗപ്പിയുടെ കേസിലും കുറെ വെറൈറ്റികൾ നിരത്തി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വെറൈറ്റികൾ തന്നെ ഒരു 4 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രെയിൻ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഡ്യുവൽ പർപ്പസ് കൊടുത്തിട്ടുണ്ട്, ആസ് കമ്പാനിയൻ ക്രോപ്പിൽ ടപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ഫ്ലോർ ക്രോപ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിന്നായിരിക്കും മാറി തിരിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇപ്പം ഫൽഗുണി ഏതാര് ഗ്രെയിൻ ടൈപ്പ് ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ കൃഷ്ണമണി അതൊരു എന്താ പറയാ ഗ്രെയിൻ ടൈപ്പ് ആണോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പൗർണമി എവിടത്തേക്കാണ് സ്യൂട്ടബിള്, അല്ലെങ്കിൽ ശ്രേയ നൃത്യ എവിടത്തേക്കാണ് സ്യൂട്ടബിള്, കനകമണിയും അനശ്വരിയും ഒക്കെ ഏത് ടൈപ്പാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഗോ ഫോർ വെറൈറ്റീസ്. ഇൻ ദ കേസ് ഓഫ് പൾസസ് വെറൈറ്റീസ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആൻഡ് ഓൾസോ സീഡ് റേറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. വലിയ വേരിയേഷൻസ് ഒന്നും എല്ലാം തമ്മിൽ ഈ പൾസസ് തമ്മിൽ കാണില്ല. അപ്പൊ ഏകദേശം നമുക്കൊരു റേഞ്ച് എങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആ ഒരു ആൻസറിലേക്ക് വരാൻ പറ്റും. ഓക്കെ, ഇനി ഏതാ ആൻസർ പറഞ്ഞോ? വിച്ച് കൗപ്പി. അതെ, ഇത് നോക്കി പറയാനല്ല കേട്ടോ, എല്ലാരും കറക്റ്റ് ആയിട്ട് അവരുടെ കയ്യിൽ POP ഉണ്ടെന്ന് അറിയാം. എന്ന് വെച്ചാൽ POP തപ്പി ഉടനെ ആൻസർ എടുക്കല്ല്. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുന്നോ നോക്ക്, പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഏതാ ആൻസർ പറഞ്ഞേ? ഏത് വെറൈറ്റീസ് ആണ് സ്യൂട്ടബിൾ ഫോർ സമ്മർ റൈസ് ഫാലോസ് ഓഫ് ഓണാട്ടുകര? ഓപ്ഷൻ എ TMV1, ശ്രേയ ആൻഡ് ഹൃദയ. ഓക്കെ, ആർക്കും സംശയമില്ല, ശ്രേയവും ഹൃദയവുമായിട്ടുള്ള 2 കൗപ്പി വെറൈറ്റീസ് ആണ് എന്തെന്ന് പറയുന്ന ഓണാട്ടുകരയിലെ സമ്മർ റൈസ് ഫാലോസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാര്. ഓക്കെ, പിന്നെ ഇൻ കേസ് നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ അതായിരിക്കും. ഓക്കെ, വിച്ച് കൗപ്പി വെറൈറ്റി is suited for cultivation in rice fallows during the summer season in southern districts of Kerala? കേരളത്തിന്റെ സദേൺ ഡിസ്ട്രിക്റ്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഓണാട്ടുകരയിൽ വേറെ, സദേൺ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? കോഴിക്കോട്, കാസർഗോഡ് ഒക്കെ വരും അല്ലേ? അതെ. ഓക്കെ, അതെന്നോ? ആരാ അതെ പറഞ്ഞത്? അല്ല കേട്ടോ, നമ്മുടെ സദേൺ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം, തിരുവനന്തപുരം അതൊക്കെയാ വരുന്നത്. നോർത്തേൺ എന്ന് പറയുമ്പോഴാണ് കാസർഗോഡ്, കോഴിക്കോടൊക്കെ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്നെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ തെറ്റ് പറയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞേ. വിച്ച് കൗപ്പി വെറൈറ്റി ഈസ് സ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ ഇൻ റൈസ് ഫാലോസ് ഡ്യൂറിംഗ് ദ സമ്മർ സീസൺ ഇൻ സദേൺ ഡിസ്ട്രിക്ട് ഓഫ് കേരള? ഓപ്ഷൻ എ ശ്രേയ, ഓപ്ഷൻ ബി ഹൃദയ, സി ശുഭ്ര ആൻഡ് ഡി ശ്യാമ. ശുഭ്ര. ഉറപ്പാണോ? ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ. കറക്റ്റ് ആൻസർ ആണ് ശുഭ്രയാണ്. ശുഭ്ര സമ്മർ സദേൺ SS അങ്ങനെ ആലോചിക്കാം. കൗപ്പിയുടെ കേസിൽ ശുഭ്രമായ സാധനം സമ്മർ സീസണിൽ സദേൺ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇടാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആലോചിക്കാം. ഇനി PTB is a dash type cowpea. PTB2 is a dash type cowpea. Option A grain type, option D dual purpose, option C fodder type, and option D multi-purpose type. PTB2. അപ്പൊ നിങ്ങൾ പറയും PTB2 എന്ന് പറയുന്ന ഒരു വെറൈറ്റി POP ഇല്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, ഞാൻ PTB2 പഠിച്ചിട്ടേ ഇനി ഇതൊരു റൈസ് ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരാം. അപ്പൊ നമ്മൾ ആലോചിക്കണം, വെറൈറ്റീസിൽ ബ്രാക്കറ്റിൽ ഒരാളുടെ പേര് PTB2 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഏത് ടൈപ്പ് ഓഫ് കൗപ്പിയാണ്? ഓപ്ഷൻ എ ഗ്രെയിൻ ടൈപ്പ്, ഓപ്ഷൻ ഡി ഡ്യുവൽ പർപ്പസ്, ഓപ്ഷൻ സി ഫോഡർ ടൈപ്പ് ആൻഡ് ഓപ്ഷൻ ഡി മൾട്ടി പർപ്പസ് ടൈപ്പ്. ഏതാ? ഗ്രെയിൻ ടൈപ്പ്. വെരി ഗുഡ്. ഇനി which cowpea varieties are considered dual purpose types? ഏത് കൗപ്പി വെറൈറ്റീസ് ആണ് നമുക്ക് ഡ്യുവൽ പർപ്പസ് ടൈപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ കനകമണി. ഓക്കെ, എ. ആർക്കെങ്കിലും വ്യത്യസ്തമായ ഉത്തരങ്ങൾ? ഓപ്ഷൻ എ കനകമണി, അനശ്വര ന്യൂ എറ, ഓപ്ഷൻ ഡി ശുഭ്ര, ശ്രേയ ഹൃദയ, ശ്രീ ശ്യാമ സുമഞ്ജന T9, ഡി TMV, KM2, TAU2. ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന വെറൈറ്റീസ് ഒക്കെ കൗപ്പി അല്ലേ? അല്ല, ബ്ലാക്ക് ഗ്രാം. ഓക്കെ, വെറൈറ്റീസ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പം ഈ എങ്ങനെയാന്ന് വെച്ചാൽ കനകമണി, അനശ്വര, ന്യൂ എറ. അപ്പൊ ഇങ്ങനെ ആലോചിക്കാം, നമ്മുടെ അനശ്വര നടി, ആ നടി ഡ്യുവൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും മീൻസ് 2 ടൈപ്പ് ആയിട്ടുള്ള, അപ്പം അവര് എന്താ പറയുന്നേ, നമ്മുടെ മറ്റേ ഒരു സിനിമയിൽ അഭിനയിച്ച ആ ഒരു കണ്ണു കാണാത്തൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൽ വേറൊരു ടൈപ്പ് ക്യാരക്ടർ അഭിനയിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആ ഒരു ഗുരുവായൂർ അമ്പലനടയിൽ വേറൊരു. അപ്പൊ ഡ്യുവൽ പർപ്പസിന് പറ്റിയൊരു ആളാണ് അനശ്വര എന്ന് പറയുന്ന ന്യൂ എറയിലുള്ള ന്യൂ ജെൻ ആയിട്ടുള്ള ആ ഒരു നടി. കനകമണി നിങ്ങൾ എങ്ങനെങ്കിലും
അങ്ങ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ കനകമണി, അനശ്വര, ന്യൂ എറ ഇത് ഡ്യുവൽ പർപ്പസ് ടൈപ്സ് ആണ്. അപ്പൊ അനശ്വര കിട്ടുമ്പോൾ ജസ്റ്റ് ന്യൂ എറ കിട്ടും. പിന്നെ കനകമണിയാണ് ഒരു പ്രശ്നം. കനകം അതെങ്ങനെ ആലോചിച്ചാൽ മതി, ഞാൻ അന്ന് പറഞ്ഞു ഞാൻ തോന്നുന്നു. കനകവും മണിയും രണ്ടും നമുക്ക് എന്താ പൈസയുടെ പർപ്പസിനുള്ളതല്ല, അപ്പൊ രണ്ടും കൊണ്ട് ഡ്യുവൽ പർപ്പസ് അങ്ങനെ ആലോചിക്കാം കേട്ടോ. കനകം മണി, ഇപ്പൊ കനകമണി, അനശ്വര ആൻഡ് ന്യൂ എറ അത് വെച്ചിട്ട് കൗപ്പിയുടെ ഡ്യുവൽ പർപ്പസ് ടൈപ്പ് അത് ഓർത്തിരിക്കും കേട്ടോ. ഇത് വലിയ പ്രശ്നം വരത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. കനകമണി, അനശ്വര, ന്യൂ എറ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കൗപ്പിന്നൊക്കെ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് ഈ പറയുന്ന വെറൈറ്റീസ് ഒക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി which cowpea varieties is recommended as a companion crop with tapioca? ടപ്പിയോക്കയോടൊപ്പം കമ്പാനിയൻ ക്രോപ്പ്, ഞാൻ ഇതിനും ഷോർട്ട് ഒരു ഇത് പറഞ്ഞത് നമ്മൾ ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. ഓക്കെ, കമ്പാനിയൻ ഒരാളും ഒരാളോട് ചേരുമ്പോൾ രണ്ടുപേരാവും, അപ്പൊ അത് ബി ആവും. അങ്ങനെയാണ് ഒരു കമ്പാനിയൻ ഷിപ്പ് ഫോം ചെയ്യുന്നത്. അത് വെച്ച് ആലോചിക്കാം. B26 ആണ് ഏത് കൗപ്പി വെറൈറ്റി റെക്കമെൻഡഡ് ആസ് കമ്പാനിയൻ ക്രോപ്പ് വിത്ത് ടപ്പിയോക്ക. ഓക്കെ, B26. ഇനി which cowpea varieties are suitable as floor crop? Option A Kanagamani and Aneshwara, option B New Era and Shreya, option C Gujarat V118 and Co2. C. Okay, very good. Floor crops ആയിട്ട് ഗുജറാത്ത് ആ ഒരു സ്റ്റേറ്റിന്റെ പേര് കേൾക്കുമ്പോൾ ആലോചിക്കുക ഗുജറാത്തും പിന്നെ ഒരു കോറ്റും അവർ രണ്ടുപേരുമാണ് ഫ്ലോർ ക്രോപ്സ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന വെറൈറ്റീസ്. അങ്ങനെ ആലോചിക്കുക. ഇതിൽ പ്രത്യേകിച്ച് കൗപ്പിയുടെ കേസിൽ നമുക്ക് സയന്റിഫിക് നെയിം നന്നായിട്ട് അറിയാം, നമുക്ക് സംശയമില്ല. അപ്പൊ ഗ്രീൻ ടൈപ്പും ഡ്യുവൽ പർപ്പസും കമ്പാനിയൻ ക്രോപ്പും നമുക്ക് തെറ്റില്ല. ഫ്ലോർ ക്രോപ്പിൽ രണ്ടുപേരേ ഉള്ളൂ. തെറ്റാൻ ചാൻസ് ഗ്രെയിൻ ടൈപ്പ് ആണ്. ഗ്രെയിൻ ടൈപ്പിൽ കുറച്ചേറെ വെറൈറ്റീസ് പറയുന്നുണ്ട്. അതിനകത്തൊരു രസകരമായ പേരുകളുള്ള ഫുസ ഫൽഗുണി, പുസ ദോ ഫാസിലി, കൃഷ്ണമണി അങ്ങനെയൊക്കെ ആലോചിക്കുക. പൗർണമി അവരൊക്കെ ഈ പറയുന്ന ഗ്രെയിൻ ടൈപ്പിൽ വരുമെന്ന് ആലോചിക്കുക. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ആലോചിച്ച് പോവുക. ഈ പറയുന്ന പോലെ ഇപ്പൊ എന്റെ POP-ലൊക്കെ കുറെ കളേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ. എനിക്കൊന്ന് കൂടുതൽ ആൾക്കാരുടെയും POP അങ്ങനെ നമ്മൾ വരച്ചും എഴുതി അതൊരു സ്യൂട്ടബിൾ അങ്ങനെ വരച്ചും എഴുതിയും തന്നെ വെക്കുക കേട്ടോ. ചിലരത് പ്രിഫർ ചെയ്യത്തില്ല, അത് അവരുടെ ഇഷ്ടം. കാരണം ചിലർ നീറ്റ് ആയിട്ട് വെക്കാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ POP-ല് എന്റെ കയ്യിൽ ഇരിക്കുന്ന പഴയ POP ആണ്, എന്റെ പുതിയ POP ഇല്ല. അപ്പൊ എന്റെ POP-ൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറെ മൾട്ടിപ്പിൾ കളേഴ്സ് വെച്ച് ഞാൻ ഇങ്ങനെ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ബോൾഡ് ചെയ്ത് വെക്കുക. ബിക്കോസ് ഈ പറയുന്ന പോലെ ലാസ്റ്റ് മിനിറ്റ് ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളിനി എന്ത് പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു റിവൈസ് ചെയ്യുന്ന ഇപ്പൊ ലാസ്റ്റ് ദിവസം നമ്മളൊന്ന് ജസ്റ്റ് POP ഓടിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഓടിച്ചു പോകാനേ സമയമുള്ളെങ്കിൽ ഈ പറയുന്ന എല്ലാ സാധനവും നമ്മുടെ കണ്ണിൽ പെടണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഗോ ഫോർ മൾട്ടിപ്പിൾ കളേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതെല്ലാം അപ്പൊ ലാസ്റ്റ് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സമാധാനം വരും. പഠിക്കുന്നില്ലയോ അതൊക്കെ വേറെ കാര്യങ്ങള്, പക്ഷെങ്കിൽ നമുക്കൊരു സമാധാനം വരും. എല്ലാത്തിലും കളറൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതുവഴിയൊക്കെ ഗോ ത്രൂ ചെയ്തതാ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ കാണും. അപ്പൊ അതുകൊണ്ട് ഗോ ഫോർ മൾട്ടിപ്പിൾ കളേഴ്സ്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒക്കെ ഒന്ന് ചെയ്യാം, ഒന്ന് ബോൾഡ് ചെയ്ത് വെക്കുക. ഹൈലൈറ്റർ കിട്ടും, അത് വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നേരത്തെ ചോദിച്ചതേ ഈ ബ്ലാക്ക് ഗ്രാമിന്റെ സീഡ് റേറ്റ് ഇല്ലയോ, പ്യുവർ ക്രോപ്പ് 20ഉം മിക്സഡ് ക്രോപ്പ് 6ഉം. അതെ, ഓക്കെ. അപ്പം ഇനി വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ബ്രോഡ്കാസ്റ്റിംഗ് റേറ്റ് ഫോർ ദ കൃഷ്ണമണി വെറൈറ്റി ഓഫ് കൗപ്പി? കൃഷ്ണമണി വെറൈറ്റിയുടെ ബ്രോഡ്കാസ്റ്റിംഗിന്റെ റെക്കമെൻഡഡ് റേറ്റ് എന്താ? ഓപ്ഷൻ എ 40 കിലോഗ്രാം പെർ ഹെക്ടർ, ഓപ്ഷൻ ബി 45 കിലോഗ്രാം പെർ ഹെക്ടർ, ഓപ്ഷൻ സി 50 കിലോഗ്രാം പെർ ഹെക്ടർ. കേട്ടില്ല. ഓക്കെ, 45 കിലോഗ്രാം പെർ ഹെക്ടർ. അവിടെ എന്ന് പറഞ്ഞാൽ സീഡ്സ് ആൻഡ് സോയിങ്ങിൽ അവിടെ നമ്മളൊന്ന് കറക്കിയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്ലിങ്ങിനും 2 റേറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗിന് നമുക്കറിയാം കുറച്ചുകൂടെ റേറ്റ് കൂടും. അപ്പൊ എപ്പോഴും എന്തുകൊണ്ടാ ബ്രോഡ്കാസ്റ്റിംഗിൽ റേറ്റ് കൂടുന്നേ? എന്തുകൊണ്ടാ ബ്രോഡ്കാസ്റ്റിംഗ് മെഷർമെന്റ് ഇല്ലാതെ? വെരി ഗുഡ്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒരു മെഷർമെന്റും ഇല്ലാതെ നമ്മളിങ്ങനെ എറിഞ്ഞിടുന്നത് കൊണ്ട് കൂടുതലായി റേറ്റ് കൂടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. പക്ഷെങ്കിൽ ഡിപ്ലിങ്ങിൽ കുറച്ചും കൂടെ റേറ്റ് എന്ത് ചെയ്യും, കുറഞ്ഞ് ഇരിക്കും. അത് ജനറൽ കേസിൽ പറയുമ്പോൾ ബ്രോഡ്കാസ്റ്റിംഗിന് വന്നിട്ട് 60 65 ആണ്. ഡിപ്ലിങ്ങിൽ വീണ്ടും ഒരു 10 കുറഞ്ഞ് 50 60 ആയി കേട്ടോ. ഓക്കെ, 50 തുടങ്ങുന്നു ഡിബ്ലിങ്ങില, 50 to 60 ജനറൽ കേസിൽ. പിന്നെ ഒരു പ്രശ്നം ഈ ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് കൃഷ്ണമണിക്ക്. കൃഷ്ണമണി ഏത് ടൈപ്പ് വെറൈറ്റി ആണ് കൗപ്പിയുടെ? വെരി ഗുഡ് ഗ്രെയിൻ ടൈപ്പ്. കൃഷ്ണമണി അവിടെ അപ്പോഴും ബ്രാക്കറ്റിൽ ബ്രോഡ്കാസ്റ്റിംഗിന്റെ 45ഉം ഡിബ്ലിങ്ങിന് 40 കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ആള് POP ഒന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ അവർക്ക് അത് ചിലപ്പോൾ കൃഷ്ണമണി ഒന്ന് എടുത്ത് ചോദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും.
പിന്നെ നോക്കേണ്ടത് ബുഷ് കൗപ്പി വൃത്തിക്ക് പഠിച്ചിട്ട് പോവാം. കേരളത്തെ സംബന്ധിച്ച് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്രോപ്പ് ആണ് കൗപ്പി. വെറൈറ്റീസ് പഠിക്കുക, സീഡ് റേറ്റ് പഠിക്കുക, സ്പേസിങ്, ബുഷ്, ഇതൊക്കെ സ്പേസിങ് ഇപ്പൊ 25/15, ബുഷിന് 30/15, ട്രെയിലിങ് അതായത് പന്തല് കെട്ടി കൊടുക്കുന്ന സാധനത്തിന് 2 m/2 m. അപ്പൊ ആ സ്പേസിങ് വൃത്തിക്ക് പഠിച്ചു പോവാ. ഓക്കെ, പിന്നെ ഈ വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്പേസിംഗ് ഫോർ ബുഷ് ടൈപ്പ് കൗപ്പി? ഓപ്ഷൻ എ 20/10, ബി 25/15, ഓപ്ഷൻ സി 30/15, ഓപ്ഷൻ ഡി 40/20. 30/15. 30/15. ഓക്കെ, ഇനി where can rhizobium cultures for inoculating cowpea seed be obtained according to the given information? ഈ ഒരു ഇൻഫോർമേഷനിൽ നിന്ന് എവിടെ നിന്നാണ് നമുക്ക് ഈ റൈസോബിയം കൾച്ചേഴ്സ് കിട്ടാൻ ചാൻസ് ഉള്ളത്? എവിടെ നിന്നാ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സോയിൽ ടെസ്റ്റിംഗ് സെന്റർ പട്ടാമ്പി ആണോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആണോ, മൈക്രോബയോളജിക്കൽ ലാബ് ആണോ, സോയിൽ ടെസ്റ്റിംഗ് സെന്റർ ആണോ? ഓക്കെ, മൈക്രോബയോളജിക്കൽ ലബോറട്ടറി. ഓക്കെ, മൈക്രോബയോളജിക്കൽ. അപ്പം അവിടെ 2 ക്വസ്റ്റ്യൻ വരാം. മൈക്രോബയോളജിക്കൽ ലബോറട്ടറി സോയിൽസ് എവിടെയാണ് ലൊക്കേഷൻ നമ്മളോട് ചോദിക്കാം. പാലക്കാട് ഉള്ളത് പട്ടാമ്പിയിലാണ് കേട്ടോ. അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രെയിൻസ് ഓഫ് റൈസോബിയം ആർ അവൈലബിൾ അറ്റ് പട്ടാമ്പി മൈക്രോബയോളജിക്കൽ ലബോറട്ടറി? ഏത് സ്ട്രെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 11. വെരി ഗുഡ്, 11ഉം 12ഉം ആണ് കേട്ടോ. നമ്പർ 11 and 12. പിന്നെ നമ്മള് ഈൽഡ് കൂട്ടാൻ വേണ്ടി, ഈൽഡ് ഏകദേശം ഒരു 26%, നെറ്റ് റിട്ടേൺ ഒരു 50% കൂട്ടാൻ വേണ്ടി ഒരു സംഭവം നമ്മൾ കൗപ്പിയിൽ ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ppm തയോ യൂറിയയിൽ നമ്മൾ ഒന്നീ സീഡ്സ് സോക്ക് ചെയ്ത് വെക്കുകയും ഫോളോഡ് ബൈ 2 സ്പ്രേ ഓഫ് തയോ യൂറിയ, 2 തയോ യൂറിയയുടെ സ്പ്രേയും കൊടുക്കും. 1 വെജിറ്റേറ്റീവ് സ്റ്റേജിലും 2 ഫ്ലവറിംഗ് സ്റ്റേജിലും. ഇങ്ങനെ എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് വരാം, 2-3 ക്വസ്റ്റ്യൻസ് വരാം. ഏത് സ്റ്റേജിലാണ് ഈ തയോ യൂറിയ അപ്ലൈ ചെയ്യുന്നത്? വെജിറ്റേറ്റീവിലും ഫ്ലവറിംഗിലും. രണ്ടാമത്തെ ചോദ്യം, എത്രയാണ് ആ റേറ്റ്, റെക്കമെൻഡഡ് റേറ്റ്, സീഡ്സ് സോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റെക്കമെൻഡഡ് റേറ്റ് എത്രയാണ്? 500 ppm. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ഒരു ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, നമ്മൾ സോക്കിംഗ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടും സ്പ്രേ ചെയ്യുന്നതിന്റെ ഫലമായിട്ടും വാട്ട് ക്യാൻ ബി ആൻ എക്സ്പെക്ടഡ് ഇൻക്രീസ് ഇൻ ഈൽഡ്? അപ്പം 26% ഈൽഡിൽ ഇൻക്രീസ് ചെയ്യും, കൂടെ നെറ്റ് റിട്ടേൺ ഒരു 50% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്വാണ്ടിറ്റി ഓഫ് ലൈം ഈസ് റിക്വയർഡ് പെർ 10 kg ഓഫ് കൗപ്പി സീഡ് ബേസ്ഡ് ഓൺ ദെയർ സൈസ്? ഓപ്ഷൻ എ 1 kg for small seeds, 0.6 kg for medium size seeds, 0.5 kg for large seeds. Option B 0.5 for small, 1 for medium, 0.6 for large. Option C 0.6 for small, 0.5 for medium, 1 for large. And option D 1 for small, 0.5 for medium size seeds and 0.6 for large seeds. 1.0. 1.0. ഓക്കെ, അതായത് സ്മോൾ സീഡ്സിന് വന്നിട്ട് 1, മീഡിയം വന്നിട്ട് 0.6 ആൻഡ് ലാർജ് വന്നിട്ട് 0.5. ഓക്കെ, 1 വന്നിട്ട് സ്മോള്, 0.6 വന്നിട്ട് മീഡിയം ആൻഡ് 0.5 വന്നിട്ട് ലാർജ് സീഡ്സ്. ഓക്കെ, അതാണ് റെക്കമെൻഡഡ് റേറ്റ്. എപ്പോഴും ആലോചിക്കുക, കുഞ്ഞു സീഡ്സിനാണ് കൂടുതൽ ക്വാണ്ടിറ്റി വന്നേക്കുന്നത്, ലാർജ് സീഡ്സിന് 0.5 കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേക്കാണ് പോകുന്നത്. കൂടുതലിൽ നിന്ന് കുറവിലേക്കാണ് സീഡ്സിന്റെ സൈസ് കൂടുന്നത് തോറും പോന്നേക്കുന്നതെന്ന് ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. പെർ 10 kg വേണ്ടിയാണ് ഈ ഒരു റെക്കമെൻഡേഷൻ. ഓക്കെ, ഇനി കൗപ്പിയുടെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ. ഓപ്ഷൻ എ 10 NPK എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നതെന്ന് കേട്ടോ. N എത്ര, P എത്ര, K എത്ര? ഓപ്ഷൻ എ N 10, P 20, K 30. Option B 30, 20, 10. Option C 20, 30, 10. And option D 20, 20, 30. എത്രയാ കൗപ്പിയുടെ റെക്കമെൻഡഡ് ഡോസ്? എത്രയാ? 20. P 30, K 10. ഓക്കെ, ഇതെങ്ങനെയാ ഓർത്തിരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല്, കൗപ്പി അല്ലേ നമ്മുടെ നാട്ടിലെ കോമൺ വെറൈറ്റി, കോമൺ ക്രോപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു 1, 2, 3 ഫോർമാറ്റ് ഓർത്തിരിക്കാം. ഇനി എന്താ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഫോസ്ഫറസ് ലെഗ്യൂം ക്രോപ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂലകമാണ്. ബിക്കോസ് ഫോർ എൻഹാൻസ്ഡ് റൂട്ട് ഡെവലപ്മെന്റ്, ഈ റൂട്ടൊക്കെ ബെറ്റർ ആയിട്ട് വന്നാലേ നൈട്രജൻ ഫിക്സിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 1, 2, 3 അറിയാലോ.
കൂടുതൽ എവിടെ കൊടുക്കണം? ഫോസ്ഫറസിന് കൊടുക്കണം. പിന്നെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് നൈട്രജൻ അല്ലേ? കാരണം എന്താ, വെജിറ്റേറ്റീവ് ഗ്രോത്തും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അതിന്റെ എന്താ പറയാ നല്ല ലീവ്സ് ഒക്കെ വരണമെങ്കിൽ നൈട്രജൻ കൂടുതൽ വേണം. അപ്പൊ അടുത്ത ആര് കൂട്ടി കൊടുക്കണം? നൈട്രജൻ 20. പിന്നെ ലാസ്റ്റ് ആരാ? പൊട്ടാസ്യം 10. അങ്ങനെ 1, 2, 3 ഫോർമാറ്റ് കൗപ്പിയുടെ കേസിൽ ഓർത്തിരിക്കുക. പക്ഷെ ഫോസ്ഫറസിന് ആയിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണ്ടതെന്ന് ഉള്ളൊരു ഒന്ന് ആലോചിക്കുക കേട്ടോ. ഒന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ചെടുത്താൽ മതി. ഓക്കെ.